വിരുന്നിപ്പോഴുള്ളത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കീഴിലം എന്ന പ്രദേശത്താണ്. വടക്കേൽ റൂട്ട് ട്രെയിനർ നഴ്സറിയുടെ മാനേജിംഗ് ഡയറക്ടറും വലിയൊരു കർഷകൻ കൂടിയായ മിസ്റ്റർ സണ്ണി ജോസാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വിരുന്നിലേക്ക്. സർ, നമസ്കാരം. നമസ്കാരം. സർ, ആദ്യം തന്നെ താങ്കൾ കേരളത്തിലൊരു മികച്ച കർഷകനാണ്. ദേശീയ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായി താങ്കൾക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഒട്ടനവധി സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ള പ്രവർത്തകർ താങ്കളെ അംഗീകരിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി കേരളത്തിലെ കർഷക മനസ്സുകളിൽ സ്ഥാനം പിടിക്കാൻ താങ്കൾക്കായിട്ടുണ്ട്. വടക്കേൽ റൂട്ട് ട്രെയിനർ എന്ന ഒരു ആശയം ഇപ്പോൾ 4 പതിറ്റാണ്ടിലേറെയായി കേരളത്തിലുള്ള എല്ലാ കർഷകർക്കും അറിയാവുന്നൊരു നാമമാണ്. എങ്ങനെയാണ് വടക്കേൽ റൂട്ട് ട്രെയിനർ എന്ന ഒരു ട്രേഡ് മാർക്കോട് കൂടിയിട്ടുള്ള ഒരു ആശയം, ഒരു വലിയ നഴ്സറിയുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് താങ്കൾ തന്നെ പറഞ്ഞാൽ സന്തോഷമായിരിക്കും. ഏകദേശം 4 പതിറ്റാണ്ടിന് മുകളിലായി ഞങ്ങൾ നഴ്സറി തുടങ്ങിയിട്ട്. എൻ്റെ പിതാവ് ജോസഫാണ് ഈ നഴ്സറി തുടങ്ങിയത്. ഞങ്ങളുടെ സ്വദേശം പാലായാണ്. പാലായെന്ന് പറഞ്ഞാൽ പാലായിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ വിളക്കുമാടം, അതാണ് കൃത്യമായ സ്ഥലം. വിളക്കുമാടം അവിടെ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വിളക്കുമാടത്ത് വെച്ച് വിളക്കുമാടത്ത് നമുക്ക് റബ്ബർ നഴ്സറി ഞങ്ങൾക്ക് അപ്പനായിട്ടുണ്ടായിരുന്നു. ആ നഴ്സറി തുറന്ന് അപ്പൻ വാഴക്കുളത്ത് വന്നു പിതാവായിട്ട്. വാഴക്കുളം പരിക്കപ്പെടിയ, കൃത്യമായിട്ട് പറഞ്ഞാൽ പരിക്കപ്പെടിയ, അതാണ് ഞങ്ങളുടെ. അവിടുന്ന് ഞാൻ മൂത്ത ആളാണ്. എൻ്റെ സഹോദരന്മാർ 3 പേരും നഴ്സറിക്കാരാണ്. അപ്പോൾ ഒരാൾ വാഴക്കുളത്ത് നഴ്സറി ചെയ്യുന്നു, ഒരാൾ ഏറ്റവും ഇളയ ചാലക്കുടി അപ്പോളോ ഫാക്ടറിയുടെ പേരാമ്പ്ര അപ്പോളോ ഫാക്ടറി തൊട്ട് സമീപത്തായിട്ട് നഴ്സറി ചെയ്യുന്നു. നിലവിൽ 3 നഴ്സറി ഞങ്ങൾക്ക് ഇപ്പം നിലവിൽ വടക്കേൽ റബ്ബർ നഴ്സറി തന്നെയുണ്ട്. അതിൽ എൻ്റെ നഴ്സറിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നഴ്സറിയിൽ 8 വർഷമായിട്ട് റൂട്ട് ട്രെയിനർ തൈകൾ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വടക്കേൽ റബ്ബർ നഴ്സറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പേരിനുണ്ട്. വടക്കേൽ റൂട്ട് ട്രെയിനർ യങ് ബഡ് നഴ്സറി എന്നാണ് ഞങ്ങളുടെ പേര്. സർ, ഇപ്പോൾ വടക്കേൽ റൂട്ട് ട്രെയിനർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ന് വ്യാപകമായി എല്ലാവരിലും എത്തിക്കഴിഞ്ഞു. നല്ല ക്വാളിറ്റിയുള്ള കർഷകർക്ക് നല്ല ക്വാളിറ്റിയുള്ള റബ്ബർ തൈകൾ കൊടുക്കുക എന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെയാണ് താങ്കൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വന്നത്. പ്രധാനമായി എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ കൂടത്തൈകൾ സജീവമായിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ കപ്പ് തൈകൾ എന്നൊരു നൂതന ആശയം ഉണ്ടായത്. പക്ഷേ ആ ഒരു ആശയം വടക്കേൽ റൂട്ട് ട്രെയിനർ എന്ന് പറയുന്ന താങ്കളുടെ കൈകളിലേക്ക് എത്തിയപ്പോഴാണ് അത് സജീവമായതും അത് പ്രാവർത്തികമായതും കൂടുതലായി. എങ്ങനെയായിരുന്നു ഈ ഒരു കൺസെപ്റ്റിന്റെ ഒരു മുന്നേറ്റം? എങ്ങനെയായിരുന്നു കർഷകർക്ക് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ? അപ്പോൾ കൂടത്തൈകളും അതുപോലെ തന്നെ കപ്പ് തൈകളും തമ്മിലുള്ള ഗുണങ്ങളും വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്ന് പറയാം. 2008 ഫെബ്രുവരി മാസത്തിൽ മനോരമ ദിനപത്രത്തിൽ ഒരു ഡോക്യുമെൻ്റ് വന്നു. റബ്ബർ ബോർഡിൻ്റെ റിസർച്ചിലെ ഡോക്ടർ TS സോമൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഒരു പുതിയ കണ്ടുപിടുത്തമായിട്ട് ഈ കപ്പുതികളെ കുറിച്ചൊരു വലിയ ഫീച്ചർ വന്നിരുന്നു. ആ ഫീച്ചർ വായിച്ചപ്പോൾ താരതമ്യേന നമ്മുടെ ഇതുവരെ 2008 വരെ കൂടത്തികൾ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് കൂടത്തികൾക്ക് കുറേ ദോഷങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു. എല്ലാ നഴ്സുകാർക്കും അറിയാവുന്ന കാര്യമാണ് കൂടത്തികൾക്ക് ദോഷമുണ്ടെന്ന്. കാരണം അതിൻ്റെ തായ്വേര് അടിയിൽ പോയി വളയുന്ന ഒരു അവസ്ഥയുണ്ട്. കൂടിൻ്റെ അടിയിൽ പോയി വളയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ വളയുന്ന അവസ്ഥയ്ക്ക് അതുകൊണ്ടാണ് മരങ്ങൾക്ക് നമ്മുടെ തുല്യമായ വളർച്ച സാധാരണ ഉള്ള ഇപ്പൊ ഈ നിലവിലുള്ള കർഷകർക്കും അതുപോലെ തന്നെ ഈ നഴ്സറി നടത്തുന്നവർക്കും അറിയാവുന്ന സത്യമാണ്. റബ്ബർ ബോർഡിനും കൃഷിക്കാർക്കും നഴ്സുകാർക്കും എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന സത്യമാണ്. പക്ഷേ എങ്കിലും അതിനൊരു പകരമായിട്ടൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഇങ്ങനെ ഇതില്ലാണ്ടിരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഡോക്ടർ TS സോമൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് കപ്പുതികളെ കുറിച്ചുള്ള വിവരണം കൊടുക്കുകയും റബ്ബർ ബോർഡ് തന്നെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയും ചെയ്തത്. അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? കൂടത്തികളെ അപേക്ഷിച്ച് കപ്പുതികൾക്ക് 90% വരെ മരങ്ങൾ ഏകമായി ഒരേ ലെവലിൽ വളരുന്നതാണ് കപ്പുതികളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒരേ രീതിയിലുള്ള വളർച്ച, യൂണിഫോം ആയിട്ടുള്ള വളർച്ചയാണ്. 90% മുകളിൽ വളർച്ച ഒരേ ലെവലിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ കർഷകർക്ക്, അതുകൊണ്ട് ഗുണങ്ങൾ ഭാവിയിലേക്കുള്ള മരത്തിൻ്റെ വളർച്ച 50-100% വരെ മരങ്ങൾക്ക് ഭാവിയിലേക്ക് വളർച്ച കൂടുതൽ കിട്ടും.
ഓക്കെ, കപ്പ് തൈകൾക്ക്. ഓക്കെ ഓക്കെ. അപ്പോൾ കൂർത്തകൾക്ക് ഉള്ള ഡിഫക്റ്റ് ആയിട്ടുള്ള പറഞ്ഞാണ് ഈ വളർച്ചയിൽ ആ ഏകീകൃതമായ വളർച്ച ഇല്ലാണ്ട് വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ കർഷകരിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വടക്കേൽ റൂട്ട് ട്രെയിനർ നഴ്സറിയുടെ പ്രോഡക്റ്റായ ഈ കപ്പ് തൈകൾ എത്തിക്കാനുള്ള ഒരു സാഹചര്യം, ഒരു വിതരണ ശൃംഖല എങ്ങനെയാണ്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, റബ്ബർ ബോർഡിൻ്റെ ഞങ്ങളുടെ കൂർത്തകൾക്ക് വളർച്ച ഡിഫക്റ്റ് ഉണ്ടെന്ന് ആദ്യം സൂചിപ്പിച്ചല്ലോ. ആ ഡിഫക്റ്റ് ബോധ്യമുള്ളത് കൊണ്ടാണ് റബ്ബർ ബോർഡ് തന്നെ ഈ കപ്പ് തൈകളെ കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾ അതിലേക്ക് മുന്നിട്ടിറങ്ങാൻ കാരണം. ഈ ഡോക്ടർ സോമൻ സാറിൻ്റെ അവിടെ നിരന്തരമായ സംസാരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ അവിടെ കൃഷിത്തോട്ടം തൈകൾ നട്ടു വളർത്തി അതിന് കന്യാകുമാരി ജില്ലയിൽ മരം വളർത്തി സാഹചര്യം കാണാനുണ്ടായിരുന്നു. അപ്പോൾ ആ തോട്ടം പോയി കണ്ടപ്പോൾ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റി ഈ മരങ്ങളുടെ വളർച്ചയെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കപ്പ് തൈയിലേക്ക് മുന്നിട്ടിറങ്ങാൻ കാരണം. സർ, ഇപ്പോൾ കേരളത്തിലുള്ള കർഷകർക്ക് വളരെ ഇഷ്ടമാണ് ഈ നമ്മുടെ വടക്കേൽ റൂട്ട് ട്രെയിനർ നഴ്സറിയെക്കുറിച്ച് പറയുമ്പോഴും അതിനെക്കുറിച്ച് അറിയുമ്പോഴും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നിങ്ങളുടെ ഒരു പ്രോഡക്റ്റായ കപ്പ് തൈകളെക്കുറിച്ച് കേൾക്കുമ്പോഴും ഒക്കെ കേരളത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കർഷകർ നമ്മുടെ ഈ ഒരു പെരുമ്പാവൂർ കീഴിലേക്ക് എത്തുന്നത്? എന്തുകൊണ്ടാണ് അവർ എത്തുന്നത്? അവരുടെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ കൊണ്ടുപോയി കൃഷി ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു കപ്പ് തൈയുടെ ഒരു വളർച്ചയെക്കുറിച്ചും അതിൻ്റെ പാലുൽപാദനത്തെക്കുറിച്ചുമൊക്കെ അവരുടെ അഭിപ്രായം തേടാറുണ്ടോ? അനുഭവ കുറച്ചു മുമ്പ് നഴ്സ് വന്ന സമയത്ത് ഇവിടെ കൃഷിക്കാർ തൈകളെടുക്കാൻ വന്നത് കണ്ടിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് തന്നെ 1-2 പേരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അവരെ കുറിച്ചുള്ള ഇന്റർവ്യൂ മാതിരി നിങ്ങൾക്ക് നടത്താവുന്നതാണ്. അവരോട് തന്നെ ചോദിക്കാം. അപ്പോൾ അവരുടെ അഭിപ്രായത്തിനായിരിക്കും കൂടുതൽ പ്രസക്തി. എന്നിരുന്നാലും നമുക്ക് പൊതുവേ ഉള്ള അഭിപ്രായം എങ്ങനെയാണ്? കപ്പുതൈകളുടെ മേന്മയെന്ന് പറഞ്ഞാൽ കൂർത്തകളെ വെച്ച് പ്ലാന്റിങ്ങിന് വളരെ സൗകര്യമാണ്. സാധാരണ ഒരു കൂർത്തൈ 10 കിലോ വെയിറ്റ്, സാധാരണ ഒരു കൂർത്തൈ 10 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ കപ്പുതൈകൾ എന്ന് പറഞ്ഞാൽ സാധാരണ 300 ഗ്രാം വെയിറ്റേ ഉള്ളൂ. കൂർത്തകൾ ഒരു സാധാരണ ജോലിക്കാരൻ 70 കൂർത്തകൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കപ്പുതൈകളാണ് 500 തൈകൾ ഒരാൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലാന്റിങ് ചിലവ് വളരെ കുറവായിരിക്കും താരതമ്യേന. അതുപോലെ തന്നെ എടുത്ത് കൊണ്ടുനടക്കാനുള്ള സൗകര്യം വളരെപ്രദമാണ്. ഇതെല്ലാം കൃഷിക്കാർ 100% അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, ഈ കപ്പുതൈകളുടെ പ്ലാന്റിങ് സൗകര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഞാൻ വടക്കേൽ നഴ്സറിയിൽ നിന്ന് 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് എടുക്കുന്നുണ്ട്. 414, 430 അത് നല്ല ക്വാളിറ്റിയാണ്. പിന്നെ 3 വർഷമായിട്ട് നല്ല വളർച്ചയുണ്ട്. മലകളിലൊക്കെ വെക്കാൻ കൊള്ളാവുന്ന പണി എളുപ്പമുണ്ട്. പിന്നെ മലയിലൊക്കെ ഞങ്ങൾക്ക് കയറി കൊണ്ടുവരുന്ന കൈകാര്യം ചെയ്യാനുള്ള എളുപ്പം, വളർച്ചയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കൂടത്തൈകൾക്ക് പകരം ഇപ്പോൾ കപ്പ് തൈകൾ കൊണ്ടുപോയി ഒരുപാട് കർഷകർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു യൂണിഫോമിറ്റിയെ കുറിച്ച് താങ്കൾ പറയുകയുണ്ടായി, ഒരേപോലുള്ള ഒരു വളർച്ച. അപ്പോൾ പിന്നെ ഒരു പ്രധാന ഘടകം ഇതിന്റെ കാലാവസ്ഥാ വ്യതിയാനം. ഇപ്പോൾ നമ്മുടെ റബ്ബറിന്റെ ഒരു സീസൺ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും ആ ഒരു കർഷകരൊക്കെ തന്നെ നോക്കിക്കാണുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏതൊക്കെ കാലാവസ്ഥകൾ, ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല കാലാവസ്ഥകളുണ്ട്. ഇപ്പോൾ ഈ പെരുമ്പാവൂർ കീഴിലെന്ന് പറയുന്ന താങ്കളുടെ നഴ്സറിയിൽ വളർന്നു വരുന്ന ഈ റബ്ബർ തൈകൾ മറ്റു കാലാവസ്ഥയിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു നിലനിൽപ്പ് എങ്ങനെയാണ്? റബ്ബറിനെ സംബന്ധിച്ചോളം റബ്ബർ ബോർഡ് വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. തൈകൾ കേരളത്തിൽ എവിടെ ഉണ്ടാക്കിയാലും അതിന് റബ്ബർ ബോർഡ് നിഷ്കർഷിക്കുന്ന അതേ മാനദണ്ഡത്തിൽ തൈകൾ ഉണ്ടാക്കിയാൽ ആ തൈകൾക്ക് എവിടെ ഉണ്ടാക്കിയാലും അത് ഒരേ ഗുണനിലവാരമാണ്. ചില നഴ്സുകാർ അവകാശപ്പെടാറുണ്ട്, ഞങ്ങളുടെ പ്രത്യേക പ്രദേശത്തുള്ള, അത് പ്രത്യേകിച്ച് നമ്മുടെ പാലാ പ്രദേശത്തുള്ള പല നഴ്സുകാരും പറഞ്ഞിട്ട് പാലായിൽ ഉണ്ടാക്കുന്ന തൈകൾക്ക് പ്രത്യേകിച്ച് പാലുണ്ടെന്ന്. അങ്ങനൊരു റബ്ബർ ബോർഡ് അംഗീകരിക്കുന്നില്ല. റബ്ബർ ബോർഡ് പറഞ്ഞാൽ കേരളത്തിൽ എവിടെ റബ്ബർ ഉണ്ടാക്കിയാലും റബ്ബർ ബോർഡ് നിഷ്കർഷിക്കുന്ന രീതിയിൽ തൈകൾ ഉണ്ടാക്കിയാൽ അതിന് ഒരേ മാനദണ്ഡത്തിലുള്ള പാല് കിട്ടും. അല്ലാണ്ട് ഒരു നഴ്സുകാരുടെ തൈക്കും അതിന് പ്രത്യേക റബ്ബർ ബോർഡ് നിഷ്കർഷിക്കുന്ന രീതി തൈകൾ ഉണ്ടാക്കിയാൽ ആ തൈകൾ എവിടെ ഉണ്ടാക്കിയാലും കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ ഉണ്ടാക്കിയാലും അതിന് ഒരേ രീതി പാല് കിട്ടും എന്നുള്ളതാണ് വസ്തുത. അതല്ലേ ഒരു കർഷകൻ, ഒരു റബ്ബർ കർഷകൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ കപ്പ് തൈകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കപ്പുതൈകൾ സാധാരണ വെക്കാൻ താരതമ്യേന പ്ലാന്റിങ് വളരെ സൗകര്യപ്രദമാണ്. പിന്നെ അതിനൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം, കൂടത്തൈകൾ വെക്കുമ്പോൾ ജൈവവളം, എല്ലുപൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടിട്ടാണ് തൈകൾ വെക്കുന്നത്. കപ്പുതൈകൾ വെക്കുന്ന സമയത്ത് ഒരു വളവും ഇടാതെയാണ് തൈകൾ നടുന്നത്. കാരണം ചകിരിച്ചോറാണ് ഇതിൻ്റെ മീഡിയം. അപ്പോൾ ഈ എന്തെങ്കിലും നമ്മൾ രാസവളം അല്ലെങ്കിൽ ഏതെങ്കിലും വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വളത്തിൻ്റെ കണ്ടന്റ് ഇതിലേക്ക് ചകിരിച്ചോറ് വരാൻ വേര് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് കപ്പുതൈകൾ ഞങ്ങൾ കൃഷിക്കാർ വളരെ പ്രത്യേകമായിട്ട് പറയുന്ന കാര്യമുണ്ട്, തൈകൾ വെക്കുമ്പോൾ ഒരു വളം ഉപയോഗിക്കരുത്. തൈകൾ വെച്ച് 8 ദിവസം കഴിയുമ്പോൾ മാത്രമേ വളം ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഈ കൃഷിയോടൊരു പ്രത്യേക താല്പര്യം തന്നെ താങ്കളെ പോലുള്ള കർഷകർക്ക് ഈ മേഖലയിലുണ്ടെന്നുള്ളതാണ്. എന്താണ് മറ്റു ജോലികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഇപ്പോൾ കൃഷിയെ മാത്രം സ്നേഹിക്കുകയും കൃഷിയിലൂടെ തന്നെ ജീവിക്കാം, ജീവിതമാർഗം കണ്ടെത്തുകയും ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആദ്യം പറഞ്ഞല്ലോ 4 പതിറ്റാണ്ട് കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ. 73 മുതൽക്ക് പിതാവിന് നഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലം മുതൽക്ക് തന്നെ പിതാവിൻ്റെ കൂടെ നഴ്സറി സഹായിക്കുകയും അവിടെ കൃഷിയോടുള്ള ആ ഒരു ബന്ധം
ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിതാവിൻ്റെ പേരെങ്ങനെയായിരുന്നു? ജോസഫ്. അപ്പോൾ അങ്ങനെ പിതാവിൻ്റെ കൂടെ നടന്ന നഴ്സറിയിൽ പിതാവിനെ സഹായിച്ചുകൊണ്ടിരുന്ന കാരണം കൊണ്ട് തന്നെ മറ്റേത് തൊഴിലിനേക്കാളും മഹത്തരം എന്ന് നഴ്സറിയെ ബോധ്യമുള്ളതുകൊണ്ടാണ് കൃഷി നന്നായി കൃഷി ഇത് ശരിക്കും 100% കൃഷി എന്ന് പറയുമ്പോൾ ബിസിനസ് കൂടെയാണ്. എങ്കിലും കൃഷിയും ബിസിനസ് കൂടെയുള്ള ആ ഒരു ഭാഗം അതിനോട് യോജിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് മറ്റ് നമ്മുടെ ജോലി കിട്ടിയ ശേഷമാണ് ജോലി വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കൃഷി തന്നെ തുടരുന്നത്. എനിക്ക് ഞാൻ IT കഴിഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഷിപ്പ്യാർഡ് ജോലി കിട്ടിയതാണ്. അതും വേണ്ടത് ഞാൻ തുടർന്ന് നഴ്സറിയിൽ തന്നെ. അല്ല, ഇത് ബിസിനസ് ആണെങ്കിൽ തന്നെ ഇത് കൂടുതലും മണ്ണിലാണ് നമ്മുടെ ഇത് ഓരോ വിത്ത് വളർത്തുമ്പോൾ അതിന് ആദ്യം മുതൽക്ക് ജീവനോടെയാണ് വളർത്തുന്നത്. അതിന് വിത്ത് മുളപ്പിക്കുന്ന സമയം നമുക്ക് അത് ഞങ്ങൾ കൃഷിക്കാർക്ക് കൊടുത്തയക്കുന്ന വരെ 100% അക്കാര്യത്തിൽ അത്ര തൃപ്തിയോടെയാണ് ഞങ്ങൾ കൊടുത്തയക്കുന്നത്. തീർച്ചയായിട്ടും 1961 കാലഘട്ടം നമുക്ക് മലേഷ്യയിൽ കണ്ടുപിടിച്ച സംഭവമാണ് യങ് ബഡ് എന്ന് പറഞ്ഞത്. അതെ, അതിന് നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ യങ് ബഡ്. അതിൻ്റെ ഉദാഹരണത്തിലുള്ള കപ്പിനകത്ത് നേരിട്ട് വിത്ത് മുളപ്പിച്ച് അതിന് ചെറിയ പ്രായത്തിൽ തന്നെ 2 തട്ട് 3 തട്ട് പ്രായമാകുമ്പോൾ തന്നെ ബഡ് ചെയ്ത് ആ തൈകളെ നമ്മൾ ആക്കുക. അതാണ് യങ് ബഡ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ആ സിസ്റ്റമാണ് പൂർണ്ണമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളിപ്പോൾ താങ്കൾ പറയുകയുണ്ടായി കൂടത്തൈകളുടെ വ്യത്യാസവും അതുപോലെ തന്നെ കപ്പ് തൈകളുടെ ഗുണമേന്മയൊക്കെ. ഇത് നമുക്കൊന്ന് തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ ഇതൊന്ന് പ്രേക്ഷകർക്ക് കാണുവാൻ വേണ്ടിയിട്ട് അറിയുവാൻ വേണ്ടിയിട്ട് നമുക്ക് അത്തരത്തിൽ ഈ ഒരു കപ്പ് തൈകളുടെ വേരുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപരേഖകളോ നമുക്കുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടി? തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് നമുക്കൊന്ന് കാണിക്കാൻ പറ്റുക? ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു ഈ കൂടത്തൈകളും കപ്പ് തൈകളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ കൂടത്തൈകളുടെ വേര് എന്താ പറയുക, അത് വളർച്ച മുരടിക്കുകയാണ്. ഇപ്പോൾ കണ്ടു, പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞാൽ വളഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നാൽ കപ്പ് തൈകളുടെ വേരുകൾ വളരെ നേരായ മാർഗത്തിലൂടെ പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സംശയം, ഈ വളർച്ച ഇപ്പോൾ ഈ വേരുകളുടെ വളർച്ച മുരടിക്കുന്നതനുസരിച്ചിട്ട് മരങ്ങളുടെ വളർച്ച കുറയുമോ? തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് താങ്കളുടെ ഒരു കണ്ടെത്തലും വിലയിരുത്തലും? വികസിത രാജ്യങ്ങളിൽ കപ്പ് തൈ എന്നുള്ള കൺസെപ്റ്റ് 50-60 വർഷം മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്, അതായത് ലോകത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് റബ്ബർ മേഖലയിലേക്ക് കപ്പ് തൈകൾ എന്നുള്ള കൺസെപ്റ്റ് ഡോക്ടർ TS സോമൻ സാർ എന്ന് പറഞ്ഞ ആൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതെ. അപ്പോൾ നേരത്തെ ഉണ്ട്, 8 വർഷമായിട്ടുള്ള റബ്ബറിലേക്ക് വന്നിട്ട് 50-60 വർഷം മുമ്പ് വികസിത രാജ്യങ്ങളിൽ മറ്റ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഇതെല്ലാം ഈ കപ്പ് തൈകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ അതിന് തെളിവായിട്ട് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. സാർ, അതിപ്പോൾ വിദേശ രാജ്യങ്ങളല്ലാതെ ഇന്ത്യയിലും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു കാര്യം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ താങ്കൾക്ക് പല മേഖലകളിലുള്ള അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ റബ്ബറുമായി ബന്ധപ്പെട്ടും. ഏതൊക്കെ മേഖലയിൽ നിന്നാണ് താങ്കൾ കിട്ടിയിട്ടുള്ളത്? താങ്കളുടെ മനസ്സിൽ ഏറ്റവും വിലമതിക്കുന്ന അവാർഡ് ഏതൊക്കെയാണ്? ആരൊക്കെയാണ് അത് തന്നിരുന്നത്? അതിനെക്കുറിച്ച് പറയാം. ദേശീയ പരിസ്ഥിതി അവാർഡ് 2012-13 അവാർഡ് ശ്രീ കൊടുക്കുന്നിൽ സുരേഷാണ് അന്ന് മന്ത്രിയായിരുന്നു. 2012-13 അവാർഡ്. അപ്പോൾ ഈ ഓരോ അവാർഡുകളും നമുക്ക് ഒരുപാട് ഊർജ്ജം നൽകുകയല്ലേ? കാരണം കൃഷിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പഠിക്കുവാനും. തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ള അല്ലാണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയുക. ഞങ്ങൾ കൃഷിക്കാരെ സംബന്ധിച്ചോളം അവാർഡ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കൃഷിക്ക് ഒരു അവാർഡ് കിട്ടുക എന്നാണ് വലിയ കാര്യം. എന്തായാലും ഒരു കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് താങ്കളുടെ വിജയത്തിൽ ഒരു പ്രധാന ഘടകമാണെന്നാണ് അറിയാൻ സാധിച്ചത്. കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്, അവരുടെ സപ്പോർട്ട് എന്തൊക്കെയാണ്? ഭാര്യയും 3 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ സെലീൻ. ഞങ്ങളുടെ 2 പേരും വീട് പലയാണ്. വൈഫ് നമ്മുടെ സപ്പോർട്ടാണോ? തീർച്ചയായിട്ടും. നമ്മുടെ നഴ്സറിയിൽ ഞാൻ ഫീൽഡിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ നഴ്സറിയിലെ സെയിൽ പോയിന്റിലെ മിക്കവാറും കാര്യങ്ങൾ നോക്കുന്ന ഭാര്യയാണ്. ഓക്കെ. സാർ, എന്തായാലും ഇത്രയും താങ്കളുടെ വിലപ്പെട്ട സമയം, കാരണം നമുക്കറിയാം താങ്കൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും കൃഷിയിലാണ്, കർഷകരോടൊപ്പമാണ്. കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കിവിടെ വരുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും, ഒരുപാട് കർഷകർ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു, സെയിൽ നടക്കുന്നു. അതിനേക്കാൾ ഉപരി സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ പ്രധാന ഘടകം തന്നെയാണ്. ഒരു അധ്യാപകനെ പോലെ താങ്കൾ കൃഷിയെക്കുറിച്ചും അതുപോലെ തന്നെ റബ്ബറിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ സമയം കണ്ടെത്തുന്നു. ഈ ഒരു വലിയ സമയത്തിനുള്ളിൽ ഞങ്ങളുടെ വിരുന്നിൻ്റെ പ്രേക്ഷകരുമായി സംവദിക്കുകയും കുറേ സമയം റബ്ബറിൻ്റെ കൃഷിയെക്കുറിച്ചും അതുപോലെ തന്നെ വടക്കേൽ റൂട്ട് ട്രെയിനർ റബ്ബർ നഴ്സറിയുടെ പ്രത്യേകതകളെക്കുറിച്ചും കപ്പ് തൈകളുടെ പ്രത്യേകതകളെക്കുറിച്ചും പറയുകയുണ്ടായി. ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിൽ വിരുന്നിൻ്റെ ടീമിൻ്റെ ഹൃദയമായി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. നന്ദി, നമസ്കാരം.